ആ പരിഷ്കൃത സമൂഹത്തിന്റെ ജീവിതം എന്റെ കൊച്ചു നന്നായി ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഖാനെ പോലുള്ള ആളുകൾ പാവം 4-5 വർഷം ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് 2-3 കുട്ടികളായി കഴിഞ്ഞാൽ മൊഴി ചൊല്ലി തലാഖ് 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 പോയി അടുത്ത ആളെ കല്യാണം കഴിച്ചു. എടോ, ഇത് അപരിഷ്കൃതമായ സമൂഹം, അപരിഷ്കൃതമായ സമീപനം. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് തീരുമാനിച്ച ഒരേ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ പേരാ നരേന്ദ്രമോദി. ആ പ്രധാനമന്ത്രിയെ എന്തിനാ എതിർക്കുന്നത്? പെൺകുട്ടികളെ എതിർക്കൂല്ലാട്ടാ. ഞാനിപ്പോ ഒരു വീട്ടിൽ ചാവക്കാട് പോയി. ചാവക്കാട് വീടുകളിൽ നടന്നു പോയപ്പോ സത്യസന്ധമായി പറയാം, ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, പലപ്പോഴും BJPയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ വന്ന സഹപ്രവർത്തകർ പറഞ്ഞു, ആ വോട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും പോവാം. അവിടെ കയറി വന്നപ്പോ 21 വയസ്സ്, കഷ്ടി ഒരു 21-22 വയസ്സായ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഞാൻ നമസ്കാരം പറഞ്ഞു. ഞാൻ BJPയുടെ ആളാ. ആ കുട്ടി ഒന്നും മിണ്ടിയില്ല. കുറച്ചേരം എന്നെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ എന്നെ നോക്കി നിന്നപ്പോ ഞാൻ വിചാരിച്ചു, ഓ, നമ്മളോട് താല്പര്യമില്ല. അപ്പൊ ഞാൻ കൈകൂപ്പി പറഞ്ഞു, എന്റെ പേര് ഗോപാലകൃഷ്ണൻ. അപ്പൊ ആ കുട്ടി തലയാട്ടി, എനിക്കൊരു വോട്ട് നൽകണം. അപ്പോഴും തലയാട്ടി. അപ്പോ ഞാൻ ശരി, ഒന്നും മിണ്ടുന്നില്ല. ആ കുട്ടി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പൊ തലയാച്ചപ്പോ ഞാൻ വിചാരിച്ചു, നമുക്ക് വോട്ടൊന്നും കിട്ടില്ലല്ലോ, ശരി, എന്നാലും ഒരു സ്ഥാനാർത്ഥിയല്ലേ. അപ്പൊ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ചിരിച്ചു. ശരി കുട്ടി എന്ന് പറയുമ്പോ ആ കുട്ടി 1 മിനിറ്റ് 1 സെക്കൻഡ്. അപ്പൊ ഞാൻ അവിടെ നിന്നു. അപ്പൊ ആ കുട്ടി അതിന്റെ ഉമ്മയെ വിളിച്ചു, ഉമ്മ ഒന്ന് വരൂ മുമ്പിലേക്ക്. അപ്പൊ ഒരു പാവൽ സ്ത്രീ, വലിയ അധികം വയസ്സൊന്നും ആയിട്ടില്ല, ഒരു 10-45 വയസ്സ് കഷ്ടിയായിട്ടുള്ളൂ. ആ സ്ത്രീ ഉള്ളിന്ന് വെളി വരണോ എന്നിങ്ങനെ ആലോചിച്ച് ശങ്കിച്ച്, അപ്പൊ ഈ കുട്ടി ധൈര്യമായിട്ട് വിളിച്ചു, മാമ്മ. അപ്പൊ ആ ഉമ്മയെ വിളിച്ചു. ആ ഉമ്മയും മുമ്പിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഉമ്മയോടും പറഞ്ഞു, ഒരു വോട്ട് എനിക്ക് തരണം. ആ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞത്, പറഞ്ഞു, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാ, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക്. അപ്പൊ ഞാനൊന്ന് ഞെട്ടി. എന്റെ ഉമ്മ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ, കൈക്കുഞ്ഞായിരുന്ന കാലഘട്ടത്തിൽ എന്റെ ഉമ്മയെ ഉപേക്ഷിച്ചതാ എന്റെ ബാപ്പ. എന്റെ ഉമ്മയെ ഇവിടം വരെ വളർത്തി എന്റെ ഉമ്മ, ഇവിടം വരെ വളർത്തിയത്, എന്നെ വളർത്തിയത് എന്റെ ഉമ്മയാ. എന്നും ഞാൻ ആലോചിക്കും, എന്റെ ഉമ്മയെ എന്തിനാണ് എന്റെ ബാപ്പ ഉപേക്ഷിച്ചത് എന്നും ഞാൻ ഉമ്മയോട് ചോദിക്കും. ഉമ്മ, എന്തിനാ ഉമ്മ എന്റെ ബാപ്പയെ ഉപേക്ഷിച്ച്, നമ്മളെ ഉപേക്ഷിച്ചത് ബാപ്പ? ഉമ്മ ഒന്നും പറയാറില്ല, മറുപടി ഒന്നും പറയാത്ത ഉമ്മ. എനിക്ക് കുറച്ച് വയസ്സായപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു, ഉമ്മ മൊഴി ചൊല്ലിയത് എന്തിനാ, എനിക്കറിയണം. അപ്പൊ അവസാനം ഉമ്മ പറഞ്ഞു, മോളെ, അത് അവരുടെ അവകാശമാണ്, അവർക്ക് തോന്നിയ സമയത്ത് അവർക്ക് മൊഴി ചൊല്ലാം. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അങ്ങനെ തോന്നിയ സമയത്ത് മൊഴി ചൊല്ലാനാണോ കല്യാണം കഴിച്ചത് ഉമ്മയെ എന്ന് പറഞ്ഞിരുന്ന സമയത്താണ്, ഈ കുട്ടിക്ക് ചിന്തിക്കുന്ന സമയത്താണ് ഇത് പറ്റില്ല എന്ന് ഇന്ത്യയിലെ ഒരേ ഒരു പ്രധാനമന്ത്രി എടുത്ത തീരുമാനം. ഇത് പറ്റില്ല. അതാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. ആ സ്ത്രീ എന്നോട്, ആ പെൺകുട്ടി എന്നോട് പറയാ, ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക്. കാരണം ഇനിയും ഒരു ഉമ്മയെ, എന്നെ പോലെ, എന്റെ ഉമ്മയെ പോലെ ഇനിയൊരു കുഞ്ഞിനെ വഴിയാധാരമാക്കാൻ അനുവദിക്കരുത്. അങ്ങനെ വഴിയാധാരമാക്കിയാൽ അവനെ ജയിലിലടക്കണം. അതാരായാലും ശരി, അവനെ ജയിലിലടക്കണം. അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കല്ലാതെ പിന്നെ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുക സാർ എന്നാണ് എന്നോട് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലെ സർവ്വജനങ്ങളെയും ഞങ്ങൾ ഒന്നായി കാണുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുത്തക അതനുവദിക്കാൻ പറ്റില്ല. ഈ കുത്തകയുള്ളത് കൊണ്ടാണ് ഈ 50 വർഷത്തെ കുത്തകയുണ്ടല്ലോ, ഒന്നും ചെയ്തില്ലാലും ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് വോട്ടുണ്ട്. അങ്ങനെ ആ വോട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ കുത്തക അവസാനിക്കണം. ഞാൻ ഈ നാട്ടിലെ ആളുകളോട് പറയുന്നത്, ഈ നാടിന് വികസനം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമല്ലേ ഗുരുവായൂര്? അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമല്ലേ ഗുരുവായൂര്? കുടിവെള്ളമുണ്ടോ? ഞാൻ ചോദിക്കാം, കുടിവെള്ളമുണ്ടോ? നിങ്ങൾ ചാവക്കാട്ടുകാരോട് ചോദിക്കുന്ന കുടിവെള്ളമുണ്ടോ? ഇല്ല. മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനമെടുത്തു കേസെടുക്കാൻ മുനിസിപ്പാലിറ്റിക്കെതിരെ. കുടിവെള്ളമില്ല, നിഷേധിക്കാൻ പറ്റുമോ? ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കുന്നറിയോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ കാണും, ഭഗവാനെ, എന്റെ പൊന്നു ഭഗവാനെ,
എന്റെ കുട്ടിക്ക് സുഖം ഉണ്ടാവണേ, എനിക്ക് എന്റെ ഭാര്യക്ക് ജോലി കിട്ടണേ, എല്ലാം പ്രാർത്ഥിക്കും. നിങ്ങൾ ഭഗവാൻ ഇരിക്കുന്നത് എങ്ങനെയാന്ന് അന്വേഷിക്കണ്ടേ? മാലിന്യത്തിന്റെ മുകളില് ഗുരുവായൂരമ്പലത്തിന്റെ ചുറ്റും മാലിന്യ നിഷേധിക്കാൻ പറ്റുമോ? 30-35 കൊല്ലമായി അഴുക്കുചാൽ പദ്ധതി. ഞാനിന്ന് വരുമ്പോ ചക്കങ്കണ്ടമെന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാ വന്നത്. ആ ചക്കങ്കണ്ടത്തെ തോട് ഞാൻ കണ്ടു. എന്റെ ചാവക്കാട്ടുകാരെ, നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിക്കുക. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു വികാരമൊന്നുമില്ലേ? 10-35 കൊല്ലമായിട്ട് ഈ ചക്കമ്പാടത്ത് കൂടെ ഒഴുകുന്ന ആ കനാലിൽ ഒഴുകുന്നത് വിഷമാണ് ചങ്ങാതിയെ, വെള്ളമല്ല. എന്തുകൊണ്ടാണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ അവിടെ ഉണ്ടാക്കാത്തത്? ഈ അഴുക്കുചാൽ പദ്ധതി ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊണ്ടുവരുന്നില്ല? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, പാലയൂരിലൊരു പള്ളിയുണ്ട്. പാലയൂർ പള്ളിയുടെ പ്രത്യേകത അറിയോ? പാലയൂർ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ്. പാലയൂർ പള്ളി. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രവും പാലയൂർ പള്ളിയും മണത്തല ശിവക്ഷേത്രവും നിങ്ങളുടെ പ്രിയപ്പെട്ട ചാവക്കാട്ടെ ആ ബീച്ചും, ഇത് 4 കൂടി തീരുമാനിക്ക്. ഇത് 4 കൂടി എടുത്താൽ ഗുരുവായൂരമ്പലത്തിലേക്ക് അന്താരാഷ്ട്ര തീർത്ഥാടകർ വരുമ്പോ അവര് പാലയൂർ പള്ളിയിൽ പോവും. പാലയൂർ പള്ളിയിൽ നിന്ന് ചാവക്കാട് ബീച്ചിലും മണത്തലയിലും പോവും. അന്താരാഷ്ട്ര പിലിഗ്രിം ടൂറിസം സെന്ററായിട്ട് ഈ ചാവക്കാടിന് കൊണ്ടുവന്നൂടെ? അന്താരാഷ്ട്ര പിലിഗ്രിം സെന്ററായാൽ ചാവക്കാട്ടെ ഇന്നത്തെ ഈ സ്ഥിതി ഉണ്ടല്ലോ, ഇതൊക്കെ മാറും. ഒരു പാലം ഉണ്ടല്ലോ, പാലം 50 കൊല്ലമായി ഒരു മാറ്റവും ഇല്ല ഈ പാലത്തിന്. ഞാൻ ആ പാലത്തിന്റെ കണക്കെടുത്തു, 50 വർഷം കഴിഞ്ഞു എന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു ചാവക്കാട് ഒരു മാറ്റമുണ്ടാവാത്തത്? പൊന്നാനി വിട്ടാൽ ചെറായി വരെയുള്ള ബീച്ചുകളിൽ 1-ാം തരം ബീച്ച്, ഏറ്റവും ബെസ്റ്റ് ബീച്ച് ഏതാ? ചാവക്കാട്. പൊന്നാനി വിട്ടാൽ ചെറായി വരെയുള്ള മനോഹരമായ ബീച്ച് നിങ്ങളുടെ ബീച്ച്, ചാവക്കാട് ബീച്ച്. ഞാൻ ചാവക്കാട് ബീച്ചിൽ പോയപ്പോ പട്ടി കടിക്കാഞ്ഞ ഭാഗ്യ, ചുറ്റും പട്ടികളാ. അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ടാപ്പ് തുറന്നു. എംഎൽഎയുടെ ഫണ്ടിൽ വലിയ കുടിവെള്ള പദ്ധതി. നിങ്ങള് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് നുണയാണെങ്കിൽ നിങ്ങൾ നാളെ ബീച്ചിൽ പോവാ. എന്നിട്ട് ആ ബീച്ചിൽ പോയിട്ട് നിങ്ങൾ ആ ടാപ്പ് തുറക്കുക, വെള്ളമില്ല, വായു മാത്ര. എത്ര ലക്ഷമാ? 75 ലക്ഷം. ആരുടെ പൈസയാ? നിങ്ങളുടെയും എന്റെയും പൈസ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചാവക്കാട് ബീച്ചില് ഒരു KSRTC ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ ഇവന്മാർക്ക് എന്തേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല? എന്റെ ചോദ്യം അതാ. ഒരു KSRTC ബസ് സ്റ്റാൻഡ്, ഈ ഗുരുവായൂരിൽ നിന്ന് ഒരു KSRTC ബസ് സ്റ്റാൻഡ് ചാവക്കാട് കൊണ്ടുവന്നാൽ, പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ആളുകൾക്ക് അവിടേക്ക് വരാം, ടൂറിസം. എന്തേ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാത്തത്? ഇതൊക്കെ ബോധപൂർവമായ ശ്രമമല്ലേ? സൗകര്യമില്ല ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ. എന്താ ചെയ്യാ? നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ നിന്നാൽ ഞങ്ങൾ ജയിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ ഈ ബോർഡിൽ എഴുതിയ സംഭവം നടന്നത്. ഇതൊരു കുത്തകയാണ്. ഈ കുത്തക പൊളിച്ചേ തീരൂ. ഈ കുത്തക പൊളിക്കുക തന്നെ ചെയ്യണം. തയ്യാറല്ലേ നിങ്ങള്? തയ്യാറല്ലേ? ഈ കുത്തക പൊളിക്കണം. ഈ ചാവക്കാടിന് വികസനം ഉണ്ടാവണം. ഈ ചാവക്കാടും ഗുരുവായൂരും പാലയൂരിലും മണത്തലയിലും വികസനം ഉണ്ടാവണം. ആ വികസനം ഉണ്ടാവണമെങ്കിൽ ഈ കുത്തക തകർക്കണം. പ്രിയപ്പെട്ടവരെ, അതിദാരിദ്ര്യമില്ലാതാക്കിയ സംസ്ഥാനം. എനിക്ക് നിങ്ങളോടൊരു വളരെ വിഷമത്തോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ അസംബ്ലിയില് അങ്ങ് പുന്നൂർക്കുളത്ത് ഞാനൊരു കോളനി പോയി. കോളനി എന്ന് പറയാൻ പാടില്ല, കോളനി എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കും. ഉന്നതിയിൽ പോയി. ഉന്നതി എന്നൊക്കെ പറയാം, പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക്, അതിവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ഉന്നതി ഉണ്ടാവണ്ടേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഞെട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങളോട് പറയുന്നത്. ചാവക്കാട് മനുഷ്യന് ഹൃദയമുള്ളവരാരെങ്കിലും ഈ ചാവക്കാട് ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ, ചങ്കില് ഈശ്വരവിശ്വാസമല്ല സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളെ പുന്നൂർക്കുളത്തെ കോളനിയിൽ നിന്ന് പോണം. പുന്നയൂരെ കോളനിയിൽ നിന്ന് പോണം. ആ കോളനിയുടെ പേര് പറഞ്ഞാൽ പോലീസ് പിടിക്കൂട്ടോ. എന്നാലും ഞാൻ പറയാ,
നായാടി കോളനിന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ കാണാത്തൊരു കാഴ്ചയുണ്ട്. മണ്ണ് തിന്നുന്ന കുഞ്ഞുങ്ങൾ, കയ്യിൽ മണ്ണെടുത്ത് തിന്നത്. ഒരൊറ്റ വീടിന് പോലും ഓടില്ല, കുശിനി, ഒരു കസേരയില്ല ഇരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും എന്റെയും നാടായ ഈ ഗുരുവായൂരപ്പന്റെ നാടായ പാലയൂർ തിരുമേനിയുടെ നാടായ എന്റെയും നിങ്ങളുടെയും നാടായ ഈ പൊന്നയൂരിലെ ഈ ഗുരുവായൂർ അസംബ്ലി സെഗ്മെന്റില് മണ്ണ് കഴിക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നാളെ പോ, ആ കോളനി പോ. സഹിക്കാൻ പറ്റില്ല. ഞാൻ ഏങ്കണ്ടിയൂരിൽ പോയി. ഏങ്കണ്ടിയൂരിൽ പോയപ്പോ ശ്മശാനത്തിലേക്കാ പോയത്. ശ്മശാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അവരുടെ അച്ഛനും അമ്മയെയും അടക്കം ചെയ്യേണ്ട സ്ഥലമാണ് ശ്മശാനം. ആ ശ്മശാനത്തിന്റെ സ്ഥിതി എന്താ? അതിന് തൊട്ടപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വീട്ടിൽ പോയി. ആ വീട്ടിലെ ചെറുപ്പക്കാരന്റെ പേര് രഞ്ജിത്ത്, ഞാൻ മറക്കൂല. അവ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നവനാ. അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ അമ്മ ഒരൊറ്റ കരച്ചില, പൊട്ടിക്കരച്ചില. ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താമ്മ? അപ്പൊ ആ സ്ത്രീ കാണിക്കുകയാണ്, വീടിന് ചുറ്റും മതിലില്ല, പകരം സാരിയാണ്, സാരി. ആ അമ്മ പറയാ, എന്റെ മക്കൾ കിടന്നുറങ്ങുമ്പോ പാമ്പ് വരുന്നു സാറേ, ഒന്നു വരുന്നു സാറേ, തവള വരുന്നു സാറേ, ഈ സാരി അല്ലാതെ ഒന്നുമില്ല എനിക്ക് മതിലായിട്ട് കെട്ടാൻ. പ്രിയപ്പെട്ടവരെ, 2025 പിണറായിയുടെ ഭരണം. സാരി ചുറ്റി വീടുണ്ടാക്കുന്ന അവസ്ഥ ഈ കേരളത്തില്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം സ്ഥലമാണോ ഇത്? അവര് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രകാരമുള്ള വീട് നമുക്ക് വെക്കാം. അപ്പൊ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയാ, സാറേ, ഞാൻ പല പ്രാവശ്യം ചെന്നു, എനിക്ക് തരണില്ല സാർ. അവര് പറയുന്നത്, ഈ പദ്ധതി നിങ്ങൾക്ക് തരണമെങ്കിൽ അത് പിൻവാതിലൂടെ തരാന്നാ പറയുന്നത്. എന്റെ ഒന്നുമില്ല സാറേ കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കൊന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഴിമതി ഉണ്ടല്ലോ, അഴിമതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഴിമതി, കുങ്കുമത്തിൽ അഴിമതി, ചന്ദനത്തിൽ അഴിമതി, ശർക്കരയിൽ അഴിമതി, പഞ്ചസാരയിൽ അഴിമതി, ശർക്കര പായസത്തിൽ അഴിമതി, സകലത്തിലും അഴിമതിയാ. ഇപ്പൊ കിട്ടിയ വാർത്ത എന്താണെന്നറിയോ നിങ്ങൾക്ക്? 2000 കിലോ തൂക്കമുള്ള പായസം വെക്കുന്ന വാർപ്പ് ഉരുളി, അത് കാണാനില്ല. ഈ 2000 കിലോ ഒക്കെ എങ്ങനെ പൊക്കിക്കൊണ്ടുപോയി ഭഗവാനെ? അത് മാത്രം എനിക്കറിയാത്ത. ഇതെങ്ങനെ വലിച്ചോണ്ടുപോയി? എന്റെ പോക്കറ്റിലിരിക്കുന്നത് വിജിലൻസ് റിപ്പോർട്ടാ. വിജിലൻസ് റിപ്പോർട്ട് ശബരിമലയല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം കാണാനില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണം കാണാനില്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ വരുന്ന ഭക്തജനങ്ങളിലെ ഒരു കപ്പ് ചായ കൊടുക്കാൻ ഈ ദേവസ്വത്തിന് കഴിയോ? ഒരു കപ്പ് ചായ 24 മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ കാണാൻ കയറുന്നത്. ഒരു കപ്പ് ചായ കൊടുക്കോ? കൊടുക്കൂല. രാത്രി മൂട്ട, രാത്രി പാറ്റ, രാത്രി കൊതുക്, ഇതൊക്കെ സഹിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കയറുമ്പോ ഒറ്റ ഉന്തല, പോ മതി പോ എന്ന് പറഞ്ഞ 1 മിനിറ്റ് ഭഗവാനെ കാണാൻ സമയമില്ല. അതേ സമയത്ത് 1000 കൊടുത്താലോ? 1000 കൊടുത്താ നിങ്ങളെ ഉള്ളിൽ കയറ്റി തൊഴിക്കും. 500 കൊടുത്താലോ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് തൊഴിക്കും. 100 കൊടുത്താലോ നിങ്ങളെ ഒളിഞ്ഞു നിന്ന് തൊഴിപ്പിക്കും. 10 രൂപ കിട്ടിയ അതടക്കം അടിച്ചു മാറ്റുന്ന കാട്ട് കള്ളന്മാരാണ് ഇന്നത്തെ ഭരണസമിതിയിൽ ഇരിക്കുന്നത്. അറിയോ? ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് മതമല്ല. ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഈ കുത്തക അവസാനിപ്പിക്കണം. ഈ കുത്തക അവസാനിപ്പിക്കണമെന്ന ചങ്കൂറ്റത്തോടെ പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇവിടെയുള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് വർഗീയതയല്ല, അത് ഈ നാടിന്റെ വികസനമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന്, ഈ കുത്തക അവസാനിപ്പിക്കണോ? ഒന്നും ചെയ്തില്ലെങ്കിലും ജയിക്കും എന്ന കുത്തകയുണ്ടല്ലോ, ആ കുത്തക അവസാനിപ്പിക്കണോ? ഇപ്പൊ അക്ബർ പറയുന്നത്, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുമ്പോ അക്ബറിന്റെ പ്രസംഗം കേട്ടു, ഗോപാലകൃഷ്ണ ഗ്യാസ് താ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അക്ബറുടെ ഗ്യാസ് പോകുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. ഇത് പറയുന്നത് ബി ഗോപാലകൃഷ്ണനാ. കേരളവർമ്മ കോളേജിൽ
38 എന്ന് പറയുന്ന വോട്ട് കേരളവർമ്മ കോളേജിലെ 3500 വിദ്യാർത്ഥികളുടെയും വോട്ട് മേടിച്ച് ജയിക്കാൻ ഞാൻ അന്ന് എനിക്ക് ജയിക്കാമെങ്കിൽ ഇന്ന് ഈ ഗുരുവായൂരിലെ പൈതൃക ഭൂമിയിൽ ഇടതല്ല വലതല്ല ആര് നിർത്താനും ശരി ബി ഗോപാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി ഈ കുത്തക അവസാനിപ്പിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വികസനം വേണോ അതോ ഈ കുത്തക വേണോ? നിങ്ങൾക്ക് വികസനം വേണോ അതോ ഈ ഏണിയും കോണിയും മാണിയും ഒക്കെ ആയിട്ട് നടക്കണോ? നിങ്ങൾക്ക് വികസനം വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല കേട്ടോ. BJP രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയം പറയില്ല. നല്ലവരായ ഒന്നാം തരം കോൺഗ്രസുകാർ ഈ നാട്ടിലുണ്ട്. അവരോട് എന്റെ അഭ്യർത്ഥനയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നേ ഉള്ളൂ, അത് വികസനമാണ്. അത് ഗുരുവായൂരിന്റെ വികസനമാണ്, അത് ചാവക്കാടിന്റെ വികസനമാണ്, അത് ചാവക്കാട് ബീച്ചിന്റെ വികസനമാണ്, അത് KSRTC ബസ് സ്റ്റാൻഡിന്റെ വികസനമാണ്, അത് ചാവക്കാട് ചന്തയുടെ വികസനമാണ്. അത് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാടിൽ വികസനത്തിനു വേണ്ടി ചാവക്കാടിന്റെ മുഖം മാറാൻ, ഗുരുവായൂരിന്റെ വികസനത്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വോട്ടുകൾ താമര ചിഹ്നത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുക. ഈ ചാവക്കാട്ടെ പാവപ്പെട്ട ആളുകൾ ചാവക്കാട്ടെ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. ഞാൻ ഗവൺമെന്റ് ആശുപത്രി പോയപ്പോ പാവം ഉമ്മമാര് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഡോക്ടറെ ഊഴം കാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കുക. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ആസ്തിയുള്ളത് ആർക്കാന്നറിയോ നിങ്ങൾക്ക്? ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് വേറെ ആർക്കുമല്ല, ഗുരുവായൂരപ്പന. ആ ഗുരുവായൂരമ്പലം മുഴുവനും സ്വർണത്തിലാക്കണമെന്ന് ഇന്ന് തീരുമാനിച്ച നാളെയാക്കാം, ഇന്നാക്കാൻ തീരുമാനിച്ച നാളെയാക്കാം. ഗുരുവായൂരപ്പന് വേണ്ടി എന്തും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദേവസ്വത്തിന്റെ കയ്യിൽ കോടികളുണ്ട്. എന്തേ ഒരു ആശുപത്രി പണിയാത്തത്? ആശുപത്രിയുണ്ട് ദേവസ്വത്തിന്റെ വടക്കേ ഭാഗത്ത്, ഒരു പട്ടി പോലും പോവില്ല. കാരണം നേഴ്സില്ല, ഡോക്ടറില്ല, മൂട്ടക്കടി, കൊതുകുകടി, ഒരു വസ്തുവില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ, NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സുഹൃത്തുക്കളെ, എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഈ നാട്ടിലെ സകല ആളുകൾക്കും, ചാവക്കാട്ടുള്ള സകല ആളുകൾക്കും, ജാതി മത ഭാഷ വേഷ വർണ്ണ വർഗത്തിനപ്പുറം നിങ്ങൾക്കെല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് ഈ ഗുരുവായൂർ ഞങ്ങൾ കൊണ്ടുവരും, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും. പക്ഷെ ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്യുക. 75 വർഷമായില്ലേ സുഹൃത്തുക്കളെ, 75 വർഷമായില്ലേ സുഹൃത്തുക്കളെ, നിങ്ങളിങ്ങനെ മാറി 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 കുത്താൻ തുടങ്ങിയിട്ട് 75 വർഷം. ഒരു പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്യുക. ഈ ചാവക്കാട്ടെ ആളുകൾ ഒരു പ്രാവശ്യം തീരുമാനിച്ചാൽ നിങ്ങളുടെ മുഖം, ഈ ചാവക്കാടിന്റെ മുഖം, ഈ നാടിന്റെ മുഖം വികസനത്തിന്റെ മുഖമാവും. ഇന്ന് വാരണാസിയിൽ നിങ്ങൾ നരേന്ദ്രമോദി ജയിച്ചപ്പോ വാരണാസി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയാ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ ലോകോത്തര ടൂറിസ്റ്റ് പിലിഗ്രിം സെന്ററായി ഈ ചാവക്കാടും ഗുരുവായൂരും ഞാൻ മാറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വികസനത്തിന് നൽകുക, കുത്തക അവസാനിപ്പിക്കുക. ഞാനൊരു ചോദ്യം ഒന്നും കൂടി ചോദിക്കുന്നു, കുത്തക അവസാനിപ്പിക്കണ്ടേ? വേണോ? ബോലോ ഭാരത് മാതാ കീ.